പൊന്നാനിക്കാർക്കും അല്ലാത്തവർക്കും ഹനീന റെസ്റ്റോറന്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. എനിക്ക് നന്നായിട്ട് അറിയാം. എല്ലാരും പോലെ ഞാനും ഹനീനയിൽ വന്നത് മുട്ടപ്പത്തിരിയും ബീഫും കഴിക്കാൻ തന്നെയാണ്. എന്നാൽ അത് മാത്രല്ല, അതെന്താന്നല്ലേ നിങ്ങൾ അതിന്റെ മുന്നേ ഇതൊന്ന് കാണി. എന്തായാലും ഹലോ ഹായ്, ആം നിഹാൽ. എപ്പോഴെങ്കിലും സുബഹി ജമാഅത്തിന് പൊന്നാനി വലിയ ജുമാ മസ്ജിദിൽ നിങ്ങളൊന്ന് വരണം. ഒരുപാട് വർഷത്തെ ചരിത്രങ്ങളും കഥകളും പൈതൃകങ്ങളും ഒക്കെ ഈ പള്ളിക്കും പരിസരത്തിനൊക്കെ പറയാനുണ്ട്. അതിലൊക്കെ ഉപരി ഒരു നൂറ്റാണ്ടിലെ കഥ പറയാനുണ്ട് മുട്ടപ്പത്തിരിക്കും ബീഫിനും. ശരിക്ക് നിങ്ങൾക്കൊരു കാര്യം അറിയോ? പൊന്നാനിയില് മുട്ടപ്പത്തിരിയും ബീഫും ഹനീന റെസ്റ്റോറന്റിൽ മാത്രമല്ല കിട്ടുക. ഒരുവിധം എല്ലാ റെസ്റ്റോറൻറ്റ്സിലും മുട്ടപ്പത്തിരിയും ബീഫും കിട്ടും. പക്ഷേ ഹനീന എന്തുകൊണ്ട് എന്നാണ് ഞാൻ പറയാൻ പോണത്. ഒരു ദിവസം ഒരു സുബഹി ജമാഅത്തിന് ശേഷം കൊളവക്കിലിരുന്ന് ഇവിടുന്ന് കിട്ടുന്ന മുട്ടപ്പത്തിരിയും ബീഫും നിങ്ങളൊന്ന് കഴിച്ചു നോക്കണം. അതിലെ ടേസ്റ്റിനുപരി നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനും ആസ്വദിക്കാനും പറ്റുന്ന ഒരു സ്പെഷ്യൽ ഫീൽ ഉണ്ട്. ഹനീന റെസ്റ്റോറന്റിലെ മുട്ടപ്പത്തിരിയും ബീഫും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണമെന്നോ ഭയങ്കര ടേസ്റ്റി ആണെന്നോ ഞാൻ ഒരിക്കലും പറയൂല. പക്ഷെ ഒരു ദിവസം അതിരാവിലെ കൊളവക്കിലിരുന്ന് നിങ്ങൾ ഇവിടെ വന്ന് മുട്ടപ്പത്തിരിയും ബീഫും കഴിക്കണം. യു ക്യാൻ എക്സാക്ട്ലി ഫീൽ ദാറ്റ്.